ഇപ്പം നമുക്ക് ഒരു ബസ്സിൽ വേണമെങ്കിലും പോവാം, നമ്മുടെ വണ്ടിയിൽ വേണമെങ്കിലും പോകാം. അപ്പോൾ ബസ്സിൽ പോകണമെങ്കിൽ നിങ്ങൾ പെട്രോൾ അടിക്കുന്ന കാശിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. പക്ഷേ നമ്മൾ നമ്മുടെ കൺവീനിയൻസിൽ കാറിലോ ബൈക്കിലോ പോവുകയാണെങ്കിൽ നമ്മളവിടെ പെട്രോൾ അടിക്കേണ്ടി വരുന്നു, അതായത് നമ്മൾ എക്സ്പെൻസ് കൂടുന്നു. പക്ഷേ എക്സ്പെൻസ് കൂടുമ്പോൾ എന്താ പറ്റുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസിന് നിർത്താം. ഇടയ്ക്കൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ ഒരു കൺവീനിയൻസും കംഫർട്ടും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ കാശിന് പെട്രോൾ അടിച്ച് പോകുമ്പോഴാണ്. അതേപോലെ തന്നെയാണ് റണ്ണിങ്ങും ഞാൻ കാണുന്നത്. കാരണം നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഓടണം, നിങ്ങൾക്ക് കാലിന് ഇഞ്ചറി ഒന്നും വേണം, നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്പീഡ് ഏറ്റവും കംഫർട്ടബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏറ്റവും നല്ല ഷൂസ് യൂസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് എഗെയിൻ കംസ് ഡൗൺ ടു പേഴ്സണൽ ചോയ്സസ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങൾ കൂടുതൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് താല്പര്യമെങ്കിലും കൂടുതൽ കാശ് നല്ലൊരു റണ്ണിങ് ഷൂസ് വാങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഓടിയാൽ മതിയെങ്കിൽ അത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണ് റണ്ണിങ്ങിലെന്നുള്ളതും ഷൂസിൻ്റെ പ്രൈസിന് വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾക്കിപ്പോൾ കാഷ്വൽ റൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാശ് കൊടുത്തൊരു ഷൂസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ഓടുന്ന ഒരാളല്ല, ഇടയ്ക്കൊക്കെ ഒക്കേഷനലി ഓടുന്ന ഒരാളാണെങ്കിൽ ഇത്രയും വില കൂടിയ ഒരു ഷൂസ് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ ഡെയിലി റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ റൺ ചെയ്യുന്ന, വീക്കിലി ഒരു 3-4 റൺ, അതിലൊരെണ്ണം ലോങ് റണ്ണൊക്കെ ചെയ്യുന്ന ഒരാളാകുമ്പോൾ എനിക്ക് ഒരു ഷൂസ് പോലും പോരാ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2 റണ്ണിങ് ഷൂസ് ഉണ്ടെങ്കിൽ രണ്ടും ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി റേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പർപ്പസ് അവിടെ ഡിഫറെൻ്റ് ആണ്. അതിനുള്ള ഒരു ഷൂസ് എൻ്റെ ഇല്ലെങ്കിൽ എനിക്ക് കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ. സോ പർപ്പസ് അനുസരിച്ച് നമ്മൾ റണ്ണിങ് ഷൂ ചിലപ്പോൾ വാങ്ങേണ്ടി വരും, ചിലപ്പോൾ വാങ്ങാതിരിക്കുകയും ചെയ്യാം. അത് ഡിപ്പെൻസ്. അത് ഒരിക്കലും വന്ന് ഷൂസ് വാങ്ങേണ്ട കാര്യമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഷൂസ് വാങ്ങേണ്ട ആവശ്യമുള്ളവർ ഷൂസ് വാങ്ങേണ്ടി വരും, ഷൂസ് വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നവർ വാങ്ങണ്ട. ഞാൻ ഒരു വീഡിയോയിലും ഞാൻ ആരെയും നിർബന്ധിക്കില്ല ഷൂസ് വാങ്ങാൻ, അല്ലെങ്കിൽ ഈ ഷൂസേ വാങ്ങാവുള്ളൂ എന്ന് പറയില്ല. എൻ്റെ അടുത്ത് ആരെങ്കിലും റണ്ണിങ് ഷൂസ് സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ ആദ്യം പറയുന്ന മറുപടി നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ് എന്നുള്ള ഒരു സംഭവമാണ്. കാരണം എനിക്കറിയാം എല്ലാവരെ കൊണ്ടും എല്ലാ ഷൂസും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഷൂസ് വാങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഗോളേ എനിക്കുള്ളൂ. ഷൂസ് എപ്പോഴും മാൻഡറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് റണ്ണിങ്ങിലോട്ട് വരെയാണ്, നിങ്ങളുടെ വീട്ടിലുള്ള കാഷ്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഷൂസാണ് നിങ്ങളിട്ട് ഓടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ റണ്ണ് കഴിയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ആദ്യത്തെ റണ്ണൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുട്ടിലാണെങ്കിലും ഷിന്നിലാണെങ്കിലും ആംഗിളിലാണെങ്കിലും ഹാംസ്ട്രിങ് ആണെങ്കിലും പല മസിൽസിലും നല്ല പെയിൻ വരും. ആ പെയിൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ആദ്യമൊക്കെ ഓടുന്ന സമയത്ത് നമ്മുടെ ബോഡി ആ ലോഡ് ഹാൻഡിൽ ചെയ്യുന്ന അത്ര അഡാപ്റ്റ് ആവുന്നത് വരെ റണ്ണിങ് ഷൂസ് ഒത്തിരി ഡിഫറൻസ് ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് ആ 2 ഷൂസും ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങളിപ്പോൾ വളരെ ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷൂസും അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു പ്രോപ്പർ റണ്ണിങ് ഷൂസ് ഈ പറഞ്ഞ പോലെ ഒരു 1000 അല്ലെങ്കിൽ 2000, 3000 റേഞ്ച്, അങ്ങനെ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലുള്ള ഷൂസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.